നമുക്കൊന്ന് ക്യാപ്സിക്കൻ ചിക്കൻ കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ മാറ്റി വെക്കണം. അതിലേക്കുള്ള മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഞാൻ ഒലീവ് ഓയിലാണ് എടുത്തത്. നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും എടുക്കാം. ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഓരോ ചിക്കനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്യാനാണ്. നല്ല മുരിഞ്ഞ് ഫ്രൈ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഇതിൽ തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അതൊരു ഭാഗം സെറ്റായതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും ചെറിയ രീതിയിൽ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ഉള്ളി, വലുതാണെങ്കിൽ ഒരു ഉള്ളി എടുത്താൽ മതി. നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തക്കാളി ചെറിയതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ ഇട്ട് കൊടുത്ത് മൂടി അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ആദ്യം നമുക്കിത് മിക്സ് ചെയ്യൊന്നും വേണ്ട. നമുക്കിതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ ലിഡ് വെച്ച് അടച്ച് കൊടുത്ത് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ഈ ചിക്കനിൽ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ കുക്കായതിന് ശേഷം നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ക്യാപ്സിക്കം ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു ക്യാപ്സിക്കമാണ്, വലിയതാണെങ്കിൽ ഒരു ഹാഫ് എടുത്താൽ മതി. പിന്നെ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയൊരു ക്യാപ്സിക്കമാണ് എടുത്തത്. അത് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കനിൽ മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഇവ ചേർത്ത് ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുവരെ കുക്ക് ചെയ്തപ്പോൾ മസാലകളൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ക്ലോസ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളം തന്നെ ഇതിലേക്ക് ഇറങ്ങി വരും. അതിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കൂടുതൽ കറിയായിപ്പം. ഇതൊരു സെമി ഗ്രേവി ടൈപ്പിലാണ് വേണ്ടത്. നമുക്കിതൊന്നുകൂടെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കുക്ക് ചെയ്തത് നോക്കുമ്പോൾ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെയാണ് വേണ്ടത്. നമ്മൾ അല്ലാതെ വെള്ളം ഒഴിക്കുമ്പോൾ ഇനിയും ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും നമ്മൾ ഒഴിക്കുന്ന വെള്ളവും കൂടെ കൂടിയിട്ട് നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിപ്പോവും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, ഇതുപോലെയാണ്. ഇപ്പോൾ നന്നായിട്ട് ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്, മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട്. കറി ഇത്ര ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വറ്റിച്ചെടുക്കാം. ഞാൻ ഈ കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഫ്രോസൺ മല്ലിയിലയാണ് ഉണ്ടായിരുന്നത്, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നമുക്കത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടച്ച് വെക്കാം. ഒരു ഹാഫ് ആൻ അവർ ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം സെർവ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് ഉള്ളിയൊന്നും വഴറ്റാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്